السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ പാരായണം ചെയ്യാനും അതിൻ്റെ വിശദീകരണം കേൾക്കുവാനുമാണ് നമ്മളിങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മജ്ലിസുകൾക്ക് നിശ്ചയിച്ച പ്രതിഫലം നമുക്ക് ഒട്ടും കുറവ് വരുത്താതെ നൽകുമാറാകട്ടെ. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ ചിലരോട്, അഹ്ലു സുഫയിൽപ്പെട്ട വളരെ ദരിദ്രരായ, പണത്തിനൊക്കെ വളരെ ആവശ്യമുള്ള ചില ആളുകളോട് മസ്ജിദ് നബവിയിൽ പോയി അവരോട് ചോദിച്ചു, നിങ്ങളിൽ ഒരാൾക്ക് അഖീഖിലോ അതല്ലെങ്കിൽ മദീനയിലെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാതെ, ഒരു കുടുംബബന്ധവും മുറിക്കാതെ അവിടെ പോയി രണ്ട് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് രാവിലെ പുറപ്പെടുക, ഈ പറഞ്ഞ താഴ്വരയിൽ പോയാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടകം അവിടെ തയ്യാറായിരിക്കും, തടിച്ചു കൊഴുത്ത വലിയ ഒട്ടകം. സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അല്ലെ, ആർക്കാണ് ഇഷ്ടമല്ലാതിരിക്കുക? കാരണം വെറുതെ കിട്ടുകയാണ്, യാതൊരു കുറ്റവും അതിലില്ല. ഒരു കുടുംബബന്ധം മുറിക്കേണ്ട, ഒരാളുടേത് കട്ടെടുക്കുന്നതല്ല. വെറുതെ അവിടെ പോയാൽ നമുക്ക് എന്നും രാവിലെ ഇങ്ങനെ ഒട്ടകങ്ങൾ നമുക്ക് വേണ്ടി അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, അത് വാങ്ങിപ്പോരാ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ അത്രയും വലിപ്പമുള്ളൊരു ബെൻസ് സി ക്ലാസ് ഇന്ന സ്ഥലത്ത് ഗാരേജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി എടുത്താൽ മതി, താക്കോല് ഇവിടെ ഉണ്ട്, പോയി എടുത്താൽ മതി എന്ന് പറയുന്നത് പോലെ. കാരണം അത്രയും വില ഉടുപ്പുണ്ട് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങൾക്ക്, ഇന്നും അതിന് വിലയുണ്ട്. അപ്പോൾ ആ നിലക്ക് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് വരികയും അവിടുന്ന് 2 ആയത്ത് പഠിക്കുകയും ചെയ്താൽ ഈ 2 ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയാണ്. എത്ര തന്നെ ആയത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയാണ്, അഥവാ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നർത്ഥം. ഖുർആനിൽ ഒരു ചെറിയൊരു സൂറത്താണെങ്കിലും ശരി, അത് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു മസ്ജിദിലേക്ക് വന്ന് ആ ആയത്തുകൾ ഓതി കേട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കി ആ ആയത്തുകൾ നമ്മൾ പഠിച്ചാൽ അതിനത്ര വലിയ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് കുറച്ച് അപ്പുറത്താണ്, ഒരു 15 കിലോമീറ്റർ പോകണം, 10 കിലോമീറ്റർ പോകണം എന്ന് വരികയാണെങ്കിൽ, നമുക്കാണെങ്കിൽ വേറൊരു പണിയുമില്ല, നമ്മുടെ കയ്യിൽ പോകാനുള്ള വാഹനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു ഓഫർ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ഇത് നിർബന്ധമാണ് എന്നുള്ള നിലക്കല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക, നിർബന്ധമായ തൗഹീദിനെ കുറിച്ചോ നിസ്കാരത്തെക്കുറിച്ചോ ഒന്നുമല്ല, അതല്ലാത്ത ഈമാൻ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ പുറപ്പെട്ടു പോയാൽ ഇത്രയും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അവസാനത്തെ ജുസ്ഇലെ അവസാനത്തെ 2 സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വിശദീകരണ സഹിതം പഠിക്കാനുള്ളത്. ആദ്യത്തെ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഈ സൂറത്തുൽ ഫലഖ് കേവലം 5 ആയത്തുകൾ മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ ഇത് വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ്. ഏതൊരു ഷർറിൽ നിന്നാണോ നമ്മൾ ഭയപ്പെടുന്നത്, ആ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ
ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമുക്കതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ സൂറത്തിന് പേര് തന്നെ പറഞ്ഞു തന്നത്, മുഅവ്വിദത്താൻ. നമുക്ക് അള്ളാഹുവിൽ നിന്നും രക്ഷ തേടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായ 2 സൂറത്തുകൾ എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൂറത്തുൽ ഇഖ്ലാസ്, അതും ഇങ്ങനെ രക്ഷ തേടാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ലഭിക്കാനും ഒക്കെ നമ്മൾ പാരായണം ചെയ്യുകയും ശരീരത്തിൽ ഓതി തടവുകയൊക്കെ ചെയ്യേണ്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു ഹദീസ് കാണാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അപ്പോൾ അവിടുന്ന് വീട്ടിലത്തെ സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ്. കാന ഇദാ അവ ഇല ഫിറാഷിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും വീട്ടിൽ വിരിപ്പിലേക്ക് കിടന്നാൽ എന്ത് ചെയ്യും? അവിടുന്ന് ജമഅ കഫൈഹി, അവിടുത്തെ 2 കഫ് എന്ന് പറഞ്ഞാൽ ഈ കൈപ്പത്തിയാണ്. ഈ 2 കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിക്കും. ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമ, പിന്നീട് അതിലേക്ക് ഇങ്ങനെ ഊതും. ഫഖറഅ ഫീഹിമ, എന്നിട്ട് ആ കൈയിലേക്ക് തന്നെ ഓതും. ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അഥവാ ഈ 3 സൂറത്തുകളും പൂർണ്ണമായിട്ട് തന്നെ കൈയിലേക്ക് ഊതും. സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദി, പിന്നെ ശരീരത്തിൽ സാധിക്കുന്ന അത്ര, എവിടെയൊക്കെയാണ് സാധിക്കുന്നത്, അഥവാ കിടപ്പിൽ എവിടെയൊക്കെ സാധിക്കുന്നുവോ അവിടെയൊക്കെ തടവുകയും ചെയ്യും. യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹി, തലയിൽ നിന്നും മുഖത്തിൽ നിന്നുമാണ് തുടങ്ങുന്നത്. വമാ അഖ്ബല മിൻ ജസദിഹി, പിന്നീട് അവിടെ ശരീരത്തിന്റെ മുൻഭാഗങ്ങളും അങ്ങനെ തുടങ്ങും. യഫ്അലു ദാലിക 3 മർറാത്ത്, ഇത് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നാണ്. അതായത് ഇതേ കാര്യങ്ങൾ ഊതുക, ഓതുക, തടവുക, ഇത് 3 സൂറത്തുകൾ ഈ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. ഓരോ സൂറത്തും 3 പ്രാവശ്യം വരും. ഇങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 സൂറത്തുകൾ സഹോദരങ്ങളെ, ഇത് എവിടെയൊക്കെ ഉണ്ട്? രാത്രി ഉറങ്ങാൻ നേരത്തുണ്ട്. അതേപോലെ തന്നെ ഓരോ നിസ്കാര ശേഷമുണ്ട്. പ്രത്യേകിച്ചും ഫജ്റിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷം 3 പ്രാവശ്യമാണ് ഈ 3 സൂറത്തുകൾ ഓതേണ്ടത്. അതല്ലാത്ത നിസ്കാരങ്ങളിൽ ഓരോ പ്രാവശ്യമാണ് ഈ സൂറത്തുകൾ ആയത്തുൽ കുർസിക്ക് ശേഷം നമ്മൾ ഓതുന്നത്. അതുപോലെ രാവിലെയുള്ള അദ്കാറുകളിലുണ്ട്, വൈകുന്നേരത്തുള്ള അദ്കാറുകളിലുണ്ട്, 3 പ്രാവശ്യങ്ങൾ ഉണ്ട്. ഇത്രയും തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഇത് ഓദിക്കുന്നുണ്ട് എങ്കിൽ ഇത് മനുഷ്യന് ഏറെ ഉപകാരമുള്ള കാര്യമായതുകൊണ്ടാണ്. മനുഷ്യൻ മറ്റേത് മരുന്നുകൾ സ്വീകരിക്കുന്നതിനേക്കാൾ, മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ വാക്സിനുകൾ എടുക്കുന്നതിനേക്കാൾ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ അദ്കാറുകളും ഈ പറയപ്പെട്ട ദിക്റിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ച സൂറത്തുകളൊക്കെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് നമ്മൾ പാലിക്കുക. ഇതിൻ്റെ അവസാനത്തെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പം അത് കൃത്യമായി നമ്മൾ പാലിക്കുക, അതിൽ വലിയ ഖൈറുണ്ട്. ഈ സൂറത്ത്, അതിൻ്റെ അർത്ഥം നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, ഫലക്കിൻ്റെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു, പുലരിയുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ഷർറുകളിൽ നിന്നും, കെടുതിയിൽ നിന്നും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുളടയുമ്പോൾ, അത് രാത്രിയാകുമ്പോൾ ആ രാത്രിയുടെ കെടുതിയിൽ നിന്നും, അപ്പോഴുണ്ടാകുന്ന ഷർറുകളിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, അവരുടെ ഷർറിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു, അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും രക്ഷ തേടേണ്ടതുണ്ട് എന്ന വലിയൊരു പാഠം ഇതിലുണ്ട്. തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. ഇസ്തിആദത്ത്, രക്ഷ തേട്ടം, അത് അള്ളാഹുവിനോട് മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആനിൽ എവിടെയെങ്കിലും എത്രയോ സ്ഥലങ്ങളിൽ രക്ഷ ചോദിക്കാനും സഹായം ചോദിക്കാനും അഭയം ചോദിക്കാനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നേരിട്ട് ചോദിക്കാൻ പറഞ്ഞു തരുന്നുണ്ട്. അമ്പിയാക്കൾ ഇങ്ങനെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അമ്പിയാക്കളിൽ ചിലർക്ക് വർഷങ്ങളോളം രോഗങ്ങളായിട്ടുണ്ട്. അവർ എന്നിട്ട് അള്ളാഹുവിനോടാണ് ദുആ ചെയ്തതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാനോട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ പടപ്പിനോട്, നബിമാരോട്, മലക്കുകളോട്, ജിന്നുകളോട്, അതല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട മഹാന്മാരോട്, ആരോടെങ്കിലും ഒരു പ്രയാസം നിങ്ങൾ ചോദിച്ചാൽ അവർ നീക്കിത്തരും എന്ന് പറയുന്ന ഒരു സൂചനയെങ്കിലും ഖുർആനിലുണ്ടോ?
അല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ, മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് അവൻ്റെ പ്രയാസങ്ങൾ നീക്കി കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ദുനിയാവിൽ മനുഷ്യൻ്റെ ഏറ്റവും അലട്ടുന്നതാണ് അവൻ്റെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും. അത് നീങ്ങി കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. എന്നിട്ടൊരു സൂചന പോലും ഖുർആനിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടാനോ രക്ഷ ചോദിക്കാനോ ഇല്ലെങ്കിൽ മനുഷ്യരെ ശരിക്കും നേർബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ അത് മതിയില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിനക്ക് ബാധിക്കുന്ന മുഴുവൻ ഷർറിൽ നിന്നും നീ രക്ഷ തേടേണ്ടത് ആരോടാണ്? ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോടാണ്. റബ്ബിനോട് രക്ഷ തേടാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഖുൽ, നബിയെ പറയുക. ഇത് നബിയോടാണ് പ്രഥമ അഭിസംബോധനയാണെങ്കിലും ഇതെല്ലാവരോടും പറയാൻ അള്ളാഹു തആല പറയണം. എല്ലാവരും പറയുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് റബ്ബുൽ ഫലഖ് എന്ന് പറഞ്ഞത്? അൽ ഫലഖ് എന്നതിന് പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ പൊതുവെ ട്രാൻസ്ലേഷനുകളിൽ, തർജ്ജിമകളിൽ വായിക്കാറുള്ള, പരിഭാഷകളിൽ വായിക്കാറുള്ള പുലരിയുടെ രക്ഷിതാവ് എന്നാണ്. പുലരി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ച് പുലർച്ചെ ഉണ്ടാകുന്നു, അപ്പം ആ പുലരിയുടെ റബ്ബ് എന്നാണ്. വേറൊരർത്ഥം പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിളരുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഫാലിഖ്, എന്തിൻ്റെ? ധാന്യത്തിൻ്റെയും അതുപോലെ വിത്തുകളുടെയും ഒക്കെ ഫാലിഖ് അള്ളാഹുവാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ പടപ്പുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ പിളർത്തിക്കൊണ്ടാണ്. വിത്തുകൾ അല്ല, അധികവും അങ്ങനെയാണ്. വിത്തുകൾ അതിൽ നിന്നും പിളർത്തിക്കൊണ്ടാണ് അതിൻ്റെ സൃഷ്ടി, അതിൽ നിന്നും ചെടികൾ പുറത്തേക്ക് വരുന്നത്. ധാന്യങ്ങളും അങ്ങനെ തന്നെ. ഇതെല്ലാം ഇങ്ങനെയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ആളുകളെ, അങ്ങനെയാണ് മനുഷ്യരെ, അങ്ങനെയാണ് മൃഗങ്ങളെ, അങ്ങനെയാണ് വിത്തിൽ നിന്നും ചെടികളെയും മറ്റുമൊക്കെ പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടെ റബ്ബിൽ ഫലഖ്, അൽ ഫലഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അത് എല്ലാ സൃഷ്ടികളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജമീഉൽ മഖ്ലൂഖാത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഞാൻ രക്ഷ തേടേണ്ടത് എന്നാണ്. എല്ലാത്തിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അതല്ലാതെ ഷർറിന് മറ്റൊരു റബ്ബില്ല. അത് മജൂസികളുടെ വിശ്വാസമാണ്. ഖൈറിനൊരു റബ്ബുണ്ട്, ഷർറിനൊരു റബ്ബുണ്ട്. അത് മജൂസികളുടെ വിശ്വാസമാണ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം എല്ലാത്തിനെയും പടച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖൈറും ഷർറും എല്ലാം പടച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. അത് ഈമാനിന്റെ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഷർറും ഖൈറും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അവൻ അറിയാതെ ഒരു ഷർറും ഇവിടെ ഇറങ്ങുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് അതിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയാൻ അതിൻ്റെ കാരണം അതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ പുലർച്ചെ എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു കാര്യമാണ്. പ്രഭാതം നോക്കുക, ആ പ്രഭാതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ പ്രഭാതം അങ്ങനെ തന്നെയാണ്. ഇരുട്ടിനെ സൂര്യൻ ഇങ്ങനെ ഭേദിക്കുന്നത് പോലെയാണ്. സൂര്യൻ ഇങ്ങനെ പ്രവേശിക്കുമ്പോഴേക്കും ഇരുട്ട് ഇങ്ങനെ എന്താവുകയാണ്? അതിങ്ങനെ വെളിച്ചം പരന്നു വരികയാണ്. ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണ് പുലരി ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടും ഒരേ ആശയത്തിൽ പരസ്പരം വൈരുദ്ധ്യമായിട്ടുള്ള വിശദീകരണങ്ങളല്ല, രണ്ടും ഒരുപോലെയാണ്. പുലരി എന്ന് പറഞ്ഞാലും മുഴുവൻ പടപ്പുകൾ എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിലക്കാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. എന്തിൽ നിന്നാണ് റബ്ബിനോട് രക്ഷ തേടേണ്ടത്? മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതായ എല്ലാ ഷർറുകളിൽ നിന്നും. ആ മാ എന്ന് പറയുന്നത് യാതൊന്ന് എന്നൊക്കെ നമ്മൾ പറയുന്നത് എല്ലാ ഷർറുകളിൽ നിന്നും എന്ന അർത്ഥം കിട്ടും. മാ ഖലഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഷർറിൽ നിന്ന് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷർറ് പടച്ചിട്ടുണ്ടോ? അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ചതിൽ ചില കാര്യങ്ങൾ ചിലർക്ക് ഷർറായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ അവനിലേക്ക് ചേർക്കപ്പെടാവുന്നത് മുഴുവൻ ഖൈറുകളാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച കാര്യങ്ങളിൽ ഒന്നും നിരുപാധികമായ ഷർറില്ല, ഷർറുൽ മുത്തലഖില്ല. പക്ഷേ ആ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ച ചില കാര്യങ്ങൾ അത് നമുക്ക് ഷർറായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് നിരുപാധികമായ ഷർറല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇബ്ലീസ് ഖൈറാണോ ഷർറാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സൃഷ്ടിപ്പെന്ന് പറയുന്നത് അത് ഷർറല്ല. അള്ളാഹു സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഷർറല്ല. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ഒന്നും ഷർറില്ല. പക്ഷേ ആ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ചിലർക്ക് ഷർറായിരിക്കും. ഇബ്ലീസ് എല്ലാവർക്കും എന്തല്ല? ഷർറല്ല. ഇബ്ലീസിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ആ ഇബ്ലീസിനെ നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടുന്ന, അവൻ്റെ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിശ്ചയിക്കുന്ന ഏതൊരു പരീക്ഷണവും
അതിൽ വിജയിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ഷർറും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഷർറിൽ നിന്ന് വിട്ടു നിൽക്കുക വഴി ഒരാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അള്ളാഹു എന്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ടാകും. നിരുപാധികമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ എന്തില്ല? ഷർറില്ല. ചിലർക്ക് അത് ഇപ്പോൾ രോഗമാണെങ്കിൽ രോഗത്തിന് നമ്മൾ എടുത്തു നോക്കിയാൽ രോഗമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഷർറായിട്ട് തോന്നും. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം രോഗം എന്ന് പറഞ്ഞാൽ ഷർറായിട്ട് തോന്നും. പക്ഷേ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ഒരു മുഅ്മിനായ വ്യക്തിയാണെങ്കിൽ അത് മുഖേന സ്വർഗത്തിൽ പോകാൻ ചിലപ്പോൾ ആ രോഗം മതി. അതുവരെ അമലുകളൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് തിന്മകൾ ബാക്കിയായിട്ട് പൊറുക്കപ്പെടാതെ ബാക്കിയായ ഒരു മനുഷ്യൻ, ചിലപ്പോൾ ഈ ഒരു രോഗം, ആ രോഗത്തിൽ ചിലപ്പോൾ ഒരുപാട് വർഷം കിടന്നുപോയിട്ടുണ്ടാവും. അതിലൂടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഹദീസുകളിൽ വന്നതുപോലെ അവസാനം ഒരു പാപവും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും. അപ്പോൾ രോഗം ഷർറാണോ ഖൈറാണോ? രോഗം എന്ന് പറയുന്നത് അത് നിരുപാധികം ഷർറല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ എന്തുണ്ട്? അതിൻ്റെ ഹിക്മത്ത്. അതുപോലെ തന്നെയാണ് റബ്ബിൻ്റെ എല്ലാ പടപ്പും. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ, സൃഷ്ടികളിൽ എന്തുണ്ട്? നമുക്ക് ഷർറായി അനുഭവപ്പെടുന്ന ഷർറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഷർറായിട്ടുള്ള എല്ലാത്തിലുള്ള ആ ഷർറുകളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഷർറ് ഏതാണ്? നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ ഷർറ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് നമ്മുടെ നഫ്സ് തന്നെയാണ്. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെയാണ്. നമ്മുടെ നഫ്സാണ് നമ്മളെ തിന്മകളിലേക്ക് ചാഞ്ചാടിക്കുകയും നമ്മളെ നരകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇന്ന നഫ്സ അമ്മാറത്തും ബിസ്സു, തീർച്ചയായും നമ്മുടെ നഫ്സ് അത് തിന്മകളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഖുതുബകളിലൊക്കെ കേൾക്കാറുണ്ട്, നഊദു മിൻ ശുറൂരി അൻഫുസിന, അല്ലാഹുവേ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദുആയാണ്. നഊദു, ഞങ്ങൾ രക്ഷ തേടുന്നു, മിൻ ശുറൂരി അൻഫുസിന, നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ സ്വന്തത്തിൽ നിന്നുമുള്ള ഷർറുകളിൽ നിന്ന് നമ്മൾ രക്ഷ തേടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരമാണ്, നമ്മുടെ മനസ്സാണ് നമ്മൾ എന്തിലേക്ക് എത്തിക്കുന്നത്? തിന്മകളിലേക്ക് എത്തിക്കുന്നത്, നമ്മൾ നരകത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നരകത്തിൽ പോകാനുള്ള ഏതെങ്കിലും കാരണം ഉണ്ടാക്കുന്നത് ഇവിടെ ലോകത്തുള്ള ഏതെങ്കിലും രാജ്യമാണോ? അമേരിക്കയാണോ? ഇസ്രായേലാണോ? നമ്മൾ നരകത്തിൽ പോകാനുള്ള ഒരു കാരണം ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്, ഇസ്രായേലാണ്, ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികളാണോ? ഒരിക്കലുമല്ല. നമ്മൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണമുണ്ട് എങ്കിൽ ഒന്നുകിൽ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ നമ്മൾ വീഴ്ച വരുത്തിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ കാരണങ്ങൾ. അതല്ലാതെ ഒരു വ്യക്തിക്ക് നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ നരകത്തിൽ നിർബന്ധിച്ചയക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ല, ദീനിന്റെ നിയമം അങ്ങനെയല്ലേ? ഒരാളെ നിർബന്ധിച്ച് നമ്മളൊരു ഹറാമ് ചെയ്യിക്കാൻ നോക്കിയാൽ നമുക്കതിൽ കുറ്റമുണ്ട്? ഒരു കുറ്റമില്ല. ഒരാൾ നിർബന്ധിച്ച് കുടിക്കാടാ കള്ള് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിൽ വെച്ച്, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചാൽ നമുക്ക് വല്ല കുറ്റമുണ്ടോ? ഒരു കുറ്റവും അതിലില്ല. നമുക്കൊരു കുറ്റവും ദീനിൽ വരികയില്ല. നിർബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഫർള് ഒരാൾ ഒഴിവാക്കിക്കാൻ നോക്കിയാൽ നമ്മൾ ആ ഫർള് മുറിയുകയില്ല എന്നാണ്. നമ്മൾ നോമ്പുകാരനായിരിക്കെ നിർബന്ധിച്ച് ഒരാൾ നമ്മൾ നോമ്പ് മുറിക്കുക, നമുക്കതിൽ താല്പര്യമില്ല. നിർബന്ധിച്ചിട്ട് അയാൾ നമ്മളെ നോമ്പ് മുറിക്കാൻ നോക്കി നമ്മൾ നോമ്പ് മുറിയുകയില്ല. കാരണം നോമ്പ് മുറിയണം നമ്മൾ നിയത്തോടു കൂടി വേണം മുറിയാൻ. അതല്ലാതെ അബദ്ധങ്ങളിൽ നോമ്പ് മുറിയില്ല. അബദ്ധങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബലാത്കാരമായിട്ടുള്ള കാര്യങ്ങളിലോ നമ്മുടെ നോമ്പ് മുറിയുകയില്ല. അപ്പോൾ നമ്മൾ തിന്മകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നഫ്സ് തന്നെയാണ്. പിന്നെ ശൈത്താനുണ്ട്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരുണ്ട്. അല്ല, പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യന്മാരെ മറപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കൾ സാമ്രാജ്യത്വ രാജ്യങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ മുസീബത്ത് ഇവിടുത്തെ ഫാഷിസ്റ്റ് ശത്രുക്കളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചിന്തയിൽ ആളുകളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, ആധുനികരായ ഇസ്ലാമിസ്റ്റുകളുടെ പലപ്പോഴും അവരുടെ പണിയാണിത്. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. എന്നിട്ട് മനുഷ്യന്റെ ഖൽബുമായി ബന്ധപ്പെട്ട, ആത്മീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ വിസ്മരിക്കും. ആളുകൾക്ക് നിസ്കാരത്തെക്കുറിച്ചോ ദിക്റിനെ കുറിച്ചോ ദുആകളെക്കുറിച്ചോ അവനവൻ്റെ അബദ്ധങ്ങളെക്കുറിച്ചോ പറഞ്ഞു തരുന്നതിന് പകരം ഏതെങ്കിലും നാട്ടിലുള്ള ഭരണാധികാരികളെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഇന്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മനുഷ്യൻ അവൻ്റെ കൽബ് നന്നാക്കുന്ന കാര്യം, അവൻ്റെ കുടുംബത്തെ നന്നാക്കുന്ന കാര്യങ്ങളെല്ലാം മറപ്പിച്ചിട്ട് ഈ പറയുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഫാത്തിഹ നേരെ ഓതാൻ അറിയുണ്ടാവില്ല. സൂറത്തുൽ ഫാത്തിഹ തജ്വീദോടുകൂടി ഓതിയെന്ന് പറഞ്ഞാൽ അറിയില്ല. സൗദി രാജാവിൻ്റെ കുറ്റം അറിയാം, അല്ലെങ്കിൽ ഇന്ന രാജാവിൻ്റെ കുറ്റം അറിയാം, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച അറിയാം. അല്ലേ? ആലോചിച്ച് നോക്കും. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്തായിരുന്നു? തൗഹീദ് ഷിർക്കു ആകുന്ന കാര്യത്തിനെ കുറിച്ച് നോക്കിയാൽ വിവരം ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്താൽ തൗഹീദാണോ ഷിർക്കാണോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഷിർക്കും പ്രവർത്തനങ്ങളിൽ, ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കാണാം, അവർക്ക് ആശംസകൾ പറയുന്ന കാണാം. അതിനൊന്നും യാതൊരു വിവരവും ഇല്ല. അടിസ്ഥാനമാണ് മനുഷ്യന്റെ. അള്ളാഹു നമ്മോട് ആദ്യം ചോദിക്കുന്നത് അതാണ്. ഖബറിൽ ആദ്യം ചോദിക്കുന്നത് മൻ റബ്ബുക എന്നാണ്. തൗഹീദിനെ കുറിച്ച് അറിയാത്തൊരുവൻ എങ്ങനെയാണത് പറയാൻ സാധിക്കുക? ആരാണ് നമ്മുടെ റബ്ബ് എന്നുള്ളത്? ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാതെ
നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ന വലിയ വലിയ എന്തൊക്കെയോ ആണ് എന്ന ആളുകളെ കൊണ്ട് തെറ്റിദ്ധരിപ്പ്. അതൊക്കെ ശത്രുക്കളാണ്, യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന ആളുകളൊക്കെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളാണ്. ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊട്ട് കഴിയുകയുമില്ല. അതൊരിക്കലും അവർക്ക് കഴിയുകയുമില്ല. അവർ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്ലാം എന്നോ നശിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ്. മഹാനായ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഭയപ്പെടുന്നത് അമേരിക്കയുടെയോ മറ്റോ മിസൈലുകളെയല്ല, നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ തിന്മകളെയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ പരലോകവുമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് രഹസ്യമായ തിന്മകൾ ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന പാപങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എങ്കിൽ ബാക്കി ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ, നമ്മൾ വീഴ്ചകൾ വരുത്തുന്നുണ്ട് എങ്കിൽ അള്ളാഹു അതല്ലേ നമ്മോട് ചോദിക്കുക. നമ്മൾ ഏറ്റവും അലട്ടേണ്ട കാര്യം സഹോദരങ്ങളെ അതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വമിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അതിലാദ്യം പെടുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മളെ കൊണ്ടുണ്ടാകുന്ന, നമ്മളെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന പല ഷറുകൾ ഉണ്ടാകും. അള്ളാഹുവിനോട് ഒന്നാമതായി നമ്മൾ രക്ഷ തേടുന്നത് അതിൽ നിന്നാണ് എന്നാണ്. അതേപോലെ തന്നെ മനുഷ്യരിലും ജിന്നിലും പെട്ട മുഴുവൻ ആളുകളിൽ നിന്നും, ഷറുണ്ടാക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും നമ്മൾ രക്ഷ തേടണം. അതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്നതിൽ പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഭൗതികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വന്യജീവികൾ, വിഷജീവികൾ, ഇഴജന്തുക്കൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇതിൽ നിന്നെല്ലാമുള്ള രക്ഷാതേട്ടമാണിത്. രാവിലെയും വൈകുന്നേരമൊക്കെ ഇത് കൃത്യമായി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇഴജന്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ വിഷജീവികളിൽ നിന്നും ഒക്കെയുള്ള രക്ഷ അവന് ലഭിക്കുന്നതായിരിക്കുമെന്നാണ്. ഒരിക്കലും ഒരു സഹാബിക്ക് രാത്രി തേള് കടിച്ചു. അപ്പോൾ തേള് കടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അപ്പോൾ വൈകുന്നേരമുള്ള ദിക്ർ ചൊല്ലിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത് മറന്നുപോയിട്ടുണ്ടായി. സ്ഥിരമായി ചൊല്ലുന്നൊരു വ്യക്തിയാണ്, നല്ല ആളാണ്. പക്ഷെ അന്നൊരു ദിവസം അദ്ദേഹം മറന്നുപോയപ്പോഴേക്കും അദ്ദേഹത്തിന് തേളിൻ്റെ കടിയേറ്റു എന്നാണ്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൾക്ക് ഖൈർ ഉദ്ദേശിച്ച് ചെയ്തായിരിക്കും, അത് ചിന്ത ഉണ്ടാകാൻ. അല്ലെ നല്ല മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ചെറിയ ചില പരീക്ഷണങ്ങൾ കൊടുക്കും. അവർ ആ നല്ലതിൽ നിന്നും തെറ്റിപ്പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ തന്നെ നിർത്താനുള്ള ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നോക്കൂ, അത് കൃത്യമായത് പാലിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ അതിൽ നിന്നുള്ള രക്ഷ ലഭിക്കുന്നതാണ് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അധിക ആളുകൾക്കും ഈ പറയുന്ന പല ഷർറുകളും ഏൽക്കാനുള്ള കാരണങ്ങൾ ഒന്ന്, ഇത്തരം ദിക്റുകളെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല. ഒന്നതാണ്. രണ്ടാമത്തത്, ദിക്റുകളെ കുറിച്ച് ധാരണ ഉണ്ട് എങ്കിൽ അത് മറന്നു പോവുകയാണ്, പലപ്പോഴും മറന്നു പോവുകയാണ്. ദുനിയാവിൻ്റെ പല തിരക്കുകളിലും ആളുകൾ ദിക്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവുക. ഇനി മൂന്നാമത്തെ വിഭാഗം, അവർ ചെയ്യുന്നുണ്ട് പക്ഷെ മനസാന്നിധ്യം ഇല്ല. ഇതെന്താ ഞാൻ ചൊല്ലുന്നത് എന്നുള്ള യാതൊരു ധാരണയില്ല, എന്തോ ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ ചൊല്ലിപ്പോവാണ്. ചില ആളുടെ കയ്യിൽ തസ്ബീഹൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ആളുകളോട് വർത്താനം പറയുന്നുണ്ടാവും, ഇതിങ്ങനെ നീങ്ങുന്നൊക്കെ ഉണ്ടാവും. എന്ത് ദിക്റാണത്? എന്ത് ദിക്റാണ്? അവരിങ്ങനെ ആളുകളോട് വർത്താനം പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ ഞെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തിരിക്കുന്നുണ്ടാകും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ചൊല്ലുമ്പോൾ അത് ഇസ്തിഹ്ലാറുൽ ഖൽബ് വേണം, ഖൽബിൽ ഹൃദയ സാന്നിധ്യം വേണം, അപ്പോഴാണ് അത് ഫലിക്കുക. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, യജൂജ് മജൂജ് ഉണ്ടാക്കിയ ആ വലിയ മതിൽക്കെട്ടിനേക്കാളും ശക്തമായതാണ് യഥാർത്ഥത്തിൽ ദിക്റുകൾ എന്നാണ്. അത് നമ്മൾ കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിലക്കുള്ള സംരക്ഷണം നൽകുന്നതായിരിക്കുമെന്നാണ്. അപ്പോൾ റബ്ബിനോട് നമ്മൾ ചോദിക്കാൻ, മിൻ ശർരി മാ ഖലഖ്. നമുക്ക് ഏതൊരു പ്രയാസം കണ്ടാൽ ഈ സൂറത്ത് ഓതാന്നാണ്. നമുക്കിപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പാമ്പിനെ കണ്ടു, ഈ സൂറത്ത് അപ്പോഴേക്ക് ഓതിക്കളയാം. അതിൻ്റെ ഷർറ് നമ്മൾ ഏൽക്കാതിരിക്കാൻ അള്ളാഹിനോട് രക്ഷ തേടാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അങ്ങോട്ട് ഓതിക്കളെ. ഏതൊരു ഷർറ് നമുക്ക് വരും, ഒരു ശത്രു നമ്മളോട് വരികയാണ്, മനുഷ്യരിൽപ്പെട്ട ഒരു ശത്രു വരികയാണ്, ആരാകട്ടെ, ഈ സൂറത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഊതിക്കളയുക. ഇത് ഒരു ദുആ കൂടിയാണ്. ഏതൊരു ഷർറിൽ നിന്നും രക്ഷതേട്ടം കൂടി ഇതിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇത് പൊതുവായിട്ട് എല്ലാ സൃഷ്ടിപ്പിൽ നിന്നുള്ള രക്ഷതേട്ടം ചോദിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ശേഷമുള്ള ആയത്തുകളിൽ പറയാം. 3 ആയത്തുകൾ കൂടിയാണുള്ളത്. ആ 3 ആയത്തുകളിൽ പ്രധാനപ്പെട്ട ചില മറഞ്ഞ ഗോപ്യമായ ചില ഷർറുകളിൽ നിന്നുള്ള രക്ഷാതേട്ടം പറയാണ്. ഒന്ന്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഇരുളടയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഷർറുകൾ എന്തൊക്കെയുണ്ടോ ആ ഷർറുകളിൽ നിന്ന് എന്നാണ് പറയുന്നത്. വമിൻ ശർരി ഗാസിഖ്, ഗാസിഖിന്റെ ഷർറ് എന്നാ പറഞ്ഞത്. എന്താണ് ഗാസിഖ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖീല ഇന്നഹു അല്ലൈൽ, അത് രാത്രിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അഥവാ രാത്രിയുടെ മുഴുവൻ ഷർറുകളിൽ നിന്നും അതിലേക്ക് പ്രവേശിച്ചാൽ, ഇതാ വഖബ ഇതാ ദഖൽ, രാത്രിയിലേക്ക് പ്രവേശിച്ചാൽ ആ രാത്രിയിൽ സംഭവിക്കുന്ന മുഴുവൻ ഷർറുകളിൽ നിന്നും, ആദ്യം മുഴുവൻ ഷർറുകളിൽ നിന്ന് ചോദിച്ചു, അത് രാത്രിയും പകലും ഒക്കെ പെട്ടു. എന്നിട്ട് രാത്രിയുള്ള ഷർറുകളെ പ്രത്യേകം പറയുകയാണ് എന്നാണ്. വേറെ ചില തഫ്സീറിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും അതിൽ സൂചനയുണ്ട്. ഇന്നഹു അൽ ഖബർ,
അത് ചന്ദ്രനാണ് എന്ന് വന്നിട്ടുണ്ട്. അതിന് ചില ഷർറുകളുണ്ട്, അതിൻ്റെ ഷർറിൽ നിന്നാണ് എന്നാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഹാദാ ഹുവൽ ഗാസിഖ്, ഇതാണ് ഇതിൽ പറഞ്ഞ ഗാസിഖ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അത് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് രാത്രി എന്നാണ്. അപ്പം രാത്രിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ പെട്ടു എന്നാണ്. ഈ ഗസഖ് എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയം പറയുമ്പോൾ അഖ്മിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ, നിങ്ങൾ നിസ്കാരം നിലനിർത്തേണ്ട സമയം ലിദുലൂകി ശംസ്, സൂര്യൻ പടിഞ്ഞാറേക്ക് തെറ്റുമ്പോഴാണ്. ളുഹറിന്റെയും അസ്റിന്റെയും സമയം അപ്പോഴാണ് ആരംഭിക്കുന്നത്. ഇലാ ഗസഖിൽ ലൈൽ, അതിന്റെ സമയം രാത്രിയുടെ ഇരുളടയുമ്പോഴാണ്. അപ്പോൾ മഗ്രിബിന്റെ സമയമാണ്. ഗസഖ് എന്നുള്ള വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് രാത്രിയുടെ ഷർറിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്? അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഷർറുകൾ വ്യാപിക്കുന്നത് രാത്രിയിലാണ്, പിശാചുക്കൾ വ്യാപിക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് മഗ്രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുന്നതിൽ നിന്നും പിടിച്ചു വെക്കണമെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിശാച് വ്യാപിക്കുന്ന സമയമാണത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാണ്, അവർക്ക് 5 നേരത്തെ നിസ്കാരമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ദിക്റുകളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ഷർറ് ഏൽക്കാൻ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. വലിയ ആളുകൾ ഈ ദിക്റൊക്കെ ചൊല്ലിയിരിക്കണം പുറത്തേക്ക് പോകുമ്പോൾ. ഇപ്പം ചെറിയ കുട്ടികൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണം അവരെ ആ സമയത്ത്, ആ മഗ്രിബിന്റെ വ്യാപിക്കുന്ന സമയത്ത്. പിന്നീട് രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ പോകാം. ഇശയുടെ സമയത്തൊക്കെ കുട്ടികൾക്ക് പുറത്തു പോകുന്നതിന് വിലക്കില്ല. അപ്പോൾ ആ സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അങ്ങനെയുള്ള ഷർറാണ്. ഇനി മനുഷ്യന്മാരുടെ ഷർറുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കൂടുതലും ഇരുട്ടിന്റെ മറവിലാണ്. ഇരുട്ടിന്റെ മറവിലാണ് തിന്മകൾ വ്യാപിക്കുന്നത്. ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തിന്മകൾ പലപ്പോഴും സംഭവിക്കുന്നത് അത് ഇദാ വഖബ്, രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എന്നാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നും പ്രത്യേകമായി രക്ഷ ചോദിക്കുന്നത്. അല്ല, നമ്മൾ വൈകുന്നേരമുള്ള ദിക്റുകളിൽ ഇത് വരുന്നുണ്ട്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഈ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം ഷർറുകളാണോ ഇനി രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നത്, അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആയാണ് യഥാർത്ഥത്തിൽ ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തേത് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്നും എന്നാണ് പറയുന്നത്. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്നും, സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും എന്നാണ് പറയുന്നത്. വമിൻ ശർരി നഫാസാത്ത്, നഫാസാത്ത് നഫസ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ്. അപ്പം നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ധാരാളമായി ഊതുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് തഫ്സീറുകളിൽ കാണാം, ഇത് സാഹിറാത്തുകളായ മാരണങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഇത് ഊതുന്നത്. അല്ല വെറുതെ എന്തെങ്കിലും കെട്ടിൽ ഊതുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല. ഇവിടെ പറയുന്ന കെട്ടിൽ ഊതുക എന്ന് പറയുന്നത് സിഹർ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായമുള്ള കാര്യമാണ്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിറാത്തുകളാണ് എന്നാണ്. അപ്പം അവരുടെ സിഹറിന്റെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. പൈശാചികമായ ചില നാമങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് പിശാചിനോടുള്ള ചില സഹായതട്ടങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ചില വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഊതുകയും കെട്ടുകയും പിന്നീട് ഊതുകയും കെട്ടുകയും, ഇങ്ങനെയാണ് സിഹറിന്റെ പണിയെടുക്കാമെന്ന് എന്നാണ് പറയുന്നത്. അത് പല കാര്യങ്ങളിൽ സിഹർ ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനെയാണ് സിഹറിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഷർറിൽ നിന്നും രക്ഷ ചോദിക്കുകയാണ്. ഇവിടെ നഫാസാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അത് പുരുഷന്മാർ പുറത്തു പോകുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരം പണികൾ പലപ്പോഴും എടുക്കുന്നത് ഇത്തരം സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് എന്നുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ കെട്ടിലൂതുന്ന സ്ത്രീ ആകട്ടെ പുരുഷന്മാരാകട്ടെ അങ്ങനെ മുഴുവൻ സാഹിറന്മാരുടെ മാരണക്കാരുടെ സിഹറിൽ നിന്നുമുള്ള രക്ഷാതേട്ടമാണ് ഇതിലുള്ളത് എന്നാണ്. ഇതിൽ വളരെ വ്യക്തമാണ് സിഹർ എന്ന് പറയുന്ന കാര്യത്തിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ആയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മലയാളത്തിലടക്കമുള്ള തഫ്സീറുകളിൽ വളരെ വിശദമായി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദീനിന്റെ തെളിവുകളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന ചില ആളുകൾ സിഹറിന് ഹക്കീക്കത്തില്ല, സിഹർ എന്ന് പറഞ്ഞാൽ കേവലം അത് മാജിക് പോലത്തെ കൺകെട്ടുകൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കൺകെട്ടുകൾ സിഹർ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന സിഹർ എന്ന് പറയുന്നത് കേവലം കൺകെട്ടുകളെ കുറിച്ചല്ല, മറിച്ച് പൈശാചികമായ സഹായത്തിലൂടെ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളിലൂടെ സംഭവിപ്പിക്കുന്ന ചില ഷർറുകൾ. അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരു സാഹിറിന്റെ സിഹർ മറ്റൊരാൾ കേൾക്കണമെങ്കിൽ അള്ളാഹു അത് ഉദ്ദേശിക്കണം. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം, അള്ളാഹു ഒരാൾക്ക് ഒരു ഖൈർ ഉദ്ദേശിക്കുക, ഒരു സാഹിർ വന്നിട്ട് അയാൾക്ക് ഷർ ഉദ്ദേശിക്കുക, അത് സംഭവിക്കുകയില്ല. ചില ആളുകൾ അങ്ങനെയാണ് കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞത് ഒരാൾക്ക് നൽകാൻ സാധിക്കുകയില്ല. വലാ മുഅ്തിയ
അള്ളാഹു തടഞ്ഞതിന് ഒരാൾക്ക് നൽകാൻ സാധിക്കില്ല, നൽകിയതിനെ തടയാൻ സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക്? അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. ഒരാൾ കത്തിയെടുത്ത് നിങ്ങൾ കുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമേ കത്തി നിന്റെ വയറിലേക്ക് പ്രവേശിക്കുകയും അത് നിന്നെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ നിനക്ക് പരിക്കുകൾ ഏൽക്കാൻ പോലും അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കുകയുള്ളൂ, അതിൽ സംഭവിക്കുകയില്ല. അപ്പം അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും. പക്ഷെ ഇതിൻ്റെ കാരണങ്ങൾ അത് നമുക്ക് ഗോപ്യമാണ്, നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് പൈശാചികമായ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്? കാരണം പിശാചിനെ തന്നെ നമ്മൾ കാണുന്നില്ല, പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുക? പിശാച് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാനോ കാണാനോ വ്യക്തമായി ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്കൊരു ഡയഗ്രാം വരച്ചു കൊടുത്തിട്ട് അങ്ങനെ സിഹിർ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല. ഈ പറയുന്ന ബുദ്ധിയുടെ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധി ആണ് ദീനിനെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുന്ന ആളുകൾക്ക് നാളെ ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ സിഹിർ ബാധിക്കുന്നത് ഫസ്റ്റ് ഈ കെട്ടിൽ അവിടെ നിന്നൊരു എനർജി ഇങ്ങനെ പോകും, എന്നിട്ട് ഈ പോയിന്റിലെത്തും, അവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെത്തും, ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞാൽ അപ്പം വിശ്വസിക്കും. അത് പറഞ്ഞത് ഇന്ന ആളാണ്, അമേരിക്കയിൽ റിസർച്ചർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ സിഹർ സംഭവിക്കുമെന്നും അല്ല അവിടത്തേക്ക് തന്നെ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള അനേകം സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിഹറിന് ഹഖീഖത്തുണ്ട്. അത് വിശ്വസിക്കാത്ത ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെടുകയില്ല, അവർ മുഅ്തസിലിയാക്കളാണ്. അതുകൊണ്ട് അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. സിഹറിനെ നിഷേധിക്കുന്ന ആളുകൾ മുഅ്തസിലി ചിന്തക്കാരിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് എന്നാണ്. ഖേദകരെന്ന് പറയട്ടെ, ഈ തഫ്സീറുകളൊക്കെ കൊണ്ടു നടക്കുന്ന പല മസ്ജിദിൻ്റെയും വക്താക്കൾ ചിലപ്പോൾ ഏറ്റവും വലിയ നിഷേധികളായിരിക്കും. അവിടെയുള്ള ആ ഒരു തഫ്സീർ തന്നെ എടുത്തു നോക്കാൻ ഇതിൽ പോലും ഞങ്ങൾക്കുള്ള മറുപടി ഉണ്ട് എന്നോ അവർക്ക് അറിയുന്നില്ല. വലിയ ഖേദകരമായ അവസ്ഥ, ചെറിയ നിസ്സാരമായൊരു പിഴവല്ല. ബുദ്ധിക്ക് വേണ്ടി ഇത്തരം ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ വലിയ പിഴവാണ്. അപ്പം നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടത് സിഹർ എന്നുള്ളത് ഹഖീഖത്തുള്ള കാര്യമാണ്. പക്ഷെ ആർക്കും തോന്നുന്നത് പോലെ ഒരാളെ സിഹർ ചെയ്ത് ഇല്ലാണ്ടാക്കുക അത് എപ്പോഴും ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല. സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരു കാര്യം മാത്രമാണ്. അത്രയേ ഉള്ളൂ. അത് ഏതൊരു സാഹിറിന് എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ പടച്ച റബ്ബാണ്, ഒരിക്കലുമല്ല. സാഹിറിൻ്റെ കഴിവെന്ന് പറയുന്നത് പരിമിതമായതാണ്. അല്ലാതെ റോഡിൽ പോകുന്ന കാണുന്ന ആൾക്കാരെയൊക്കെ സാഹിറിന് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്, ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. പിശാചിൻ്റെ ഷർ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. മുഅ്മിനീങ്ങളുടെ മേൽ പിശാചിന് യാതൊരു സ്വാധീനം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആരുടെ മേലാണെങ്കിലും ശരി പിശാചിൻ്റെ സ്വാധീനം വളരെ കുറഞ്ഞതാണ്. പക്ഷെ അത് സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ പിശാചിനെ വലുതാക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവരിപ്പോൾ പിശാചിനും ജിന്നിനൊക്കെ വലുതാക്കണം, ഒരിക്കലും അല്ല. പിശാചിനും ജിന്നിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. നമ്മുടെ വിശ്വാസം അതാണ്. നമ്മുടെ വിശ്വാസം അള്ളാഹുലാണ് തവക്കുൽ ചെയ്യുന്നത്. പക്ഷേ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം കേവലം യുക്തിയുടെ പേരിൽ നിഷേധിക്കുക എന്ന് പറയുന്നത് അത് വലിയ അപകടമാണ്, വലിയ പിഴവാണ് എന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അതിന് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പം രണ്ടാമത്തെ കാര്യം, ഇത്തരം സിഹറിൻ്റെ ആളുകളിൽ നിന്നുള്ള രക്ഷാതട്ടമാണ് വളരെയധികം ആവശ്യമുള്ള കാര്യം. കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഇത് എന്നും ദിക്ർ ചൊല്ലണം. കാരണം ശത്രുക്കളായ നമ്മളുടെ കച്ചവടത്തിലും മറ്റുമൊക്കെ അസൂയയും നമ്മളോട് പകയും വിദ്വേഷമൊക്കെയുള്ള ആളുകൾ പല നിലക്കുള്ള ഉപദ്രവങ്ങൾ പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് വരെ, അത് അവർ കുഫറിൽ ഏർപ്പെട്ടിട്ട് വരെ മറ്റവൻ്റെ ദുനിയാവിലെ കച്ചവടം പൂട്ടിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുഫറാണ്. സിഹർ എന്ന് പറയുന്നത് കുഫറാണ്. ദീൻ ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ എണ്ണിയിട്ടുള്ള ഒന്നാണ് സിഹർ എന്നുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ദീൻ ഇസ്ലാമിന് പുറത്തു പോകാൻ മതിയായതാണ്. അത് ചെയ്യുന്നവനാണെങ്കിൽ പിശാചിനെ ആരാധിക്കുന്നവനായിരിക്കും. വളരെ മോശപ്പെട്ട മ്ലേച്ഛരായിട്ടുള്ള ആളുകൾക്കല്ലാതെ അത് ചെയ്യാൻ സാധിക്കുകയില്ല. ബാഹ്യമായ തലയെക്കെട്ടോ താടിയോ വെള്ള വസ്ത്രമൊന്നും നോക്കേണ്ടതില്ല. സാഹിറാണോ സിഹിറിൻ്റെ പണിയെടുക്കുന്നതാണോ വളരെ മോശപ്പെട്ട ആളായിരിക്കും. അത് പുറത്തേക്ക് നോക്കേണ്ടതില്ല, ഉള്ളു വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് സിഹിർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, ആ സിഹിറിൻ്റെ സാഹിറന്മാരുടെ മാരണക്കാരുടെ ഷറിൽ നിന്നുള്ള രക്ഷാതാട്ടമാണ് പിന്നീട് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് അവസാനത്തെ ആയത്തിലുള്ളത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്നും, അസൂയപ്പെടുമ്പോൾ അവൻ്റെ ഷറിൽ നിന്നും രക്ഷ തട്ടണം. അപ്പോൾ ഹസദ് എന്നുള്ള അസൂയ എന്നുള്ള കാര്യം ഉള്ളതാണ്. അപ്പോൾ അസൂയയിൽ നിന്നും ഐന് സംഭവിക്കാം, കണ്ണേറ് സംഭവിക്കാം. കണ്ണേറ് അസൂയക്കാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെ സംഭവിക്കാം. പക്ഷേ അസൂയക്കാർ അവരിൽ നിന്നും പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഹസദ് എന്ന് പറയുന്നത്? ഹസദ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിഅമത്ത് അവരിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ഒരാൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കലാണ് ഹസദ് എന്ന് പറയുന്നത്. അതാണ് ആ മനസ്സുകൊണ്ടുള്ള ആഗ്രഹമാണ്. അയാൾക്ക് ഇന്നത് കിട്ടി, അത് സൗന്ദര്യമാകട്ടെ, സ്ഥാനമാകട്ടെ,
സാമ്പത്തികമായ കഴിവാകട്ടെ, ശാരീരികമായ കഴിവാകട്ടെ, എന്തും ആകട്ടെ, അതവന് കിട്ടിയത് ഇവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നീങ്ങിപ്പോകണമെന്ന് മനസ്സിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ഹസദ് എന്ന് പറയുന്നത്. എല്ലാവരുടെ കൽബിലും ഹസദിൻ്റെ ചെറിയ അംശം ഉണ്ടാകും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ മാന്യന്മാരത് മറച്ചു വെക്കുകയും അതല്ലാത്ത ആളുകൾ അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നാണ്. അപ്പോൾ അസൂയ എന്ന് പറയുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്, നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവനത് നൽകിയത്. അള്ളാഹു അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാധ്യത എന്ന് പറയുന്നത് അതുപോലെ എനിക്കും കിട്ടണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കലാണ്. കാരണം എന്തും ചോദിച്ചാൽ നൽകാൻ കഴിയുന്ന ഖജനാവ് അള്ളാഹുവിൻ്റെ പക്കലുണ്ട്. പിന്നെ നമ്മൾ എന്തിന് ഇത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കണം? അല്ല, ഈ അസൂയാരുടെ ചിന്ത എത്ര മോശപ്പെട്ടതാണ്. അത് നീങ്ങിപ്പോകണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവന് കിട്ടണമെന്നൊന്നുമില്ല. അത് നീങ്ങിയിട്ട് അവന് കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല. അത് നീങ്ങിപ്പോയാൽ തന്നെ അവന് സമാധാനമാണ്. അത് നീങ്ങിപ്പോയിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഖൈറ് കാണുമ്പോൾ അതിൽ മനംനൊന്ത് വിഷമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന കാര്യം. അതിൽ മനംനൊന്ത് വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, അതിൽ പ്രയാസപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഹസദ് എന്ന് പറയുന്നത്. അപ്പോൾ ഹസദ് അത് മുഖേന നമുക്ക് ഷർറുകൾ ഉണ്ടാകാം. ആ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുക എന്നുള്ളതാണ് നമുക്കെന്തുള്ളത് ബാധ്യതയായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ ഗോപ്യമായ കാര്യങ്ങളായതിനാൽ അതിൽ നിന്നും പ്രത്യേകമായി രക്ഷ തേടാൻ പറയാണ്. നേരത്തെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെ ഷർറിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്തിരിക്കുന്നു. അതിൽ ഈ പറയുന്ന ശേഷമുള്ള 3 കാര്യങ്ങളും പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സിഹറിന്റെ കാര്യം പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അസൂയാരോട് അസൂയ പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ രാത്രിയുടെ ഇരുളിന്റെ മറവിൽ സംഭവിക്കുന്ന മുഴുവൻ കെടുതികളും അതിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഗോപ്യമായതും വളരെ ഗൗരവമുള്ളതായതിനാൽ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്റുകൾ നമ്മൾ എന്നും രാവിലെയും വൈകുന്നേരവും നിസ്കാരത്തിന് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പുമൊക്കെ ഇത് ചൊല്ലുക. ആത്മാർത്ഥമായി ഖൽബ് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് നമുക്ക് വലിയ ഖൈറുകൾ ഉണ്ടാക്കും. എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഈ ജുസ്ഇലെ അവസാനത്തെ സൂറത്ത്, നമ്മുടെ മുസ്ഹഫിലെയും അവസാനത്തെ സൂറത്ത് ഇതാണ്, സൂറത്തുൻ നാസ്. പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് തന്നെ രക്ഷ ചോദിക്കേണ്ടതായ മറ്റൊരു ഷർറിനെ കുറിച്ചും അവൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ചും അഥവാ പിശാചിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ പറയുന്നത്. അള്ളാഹു തആല പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബിയെ, നീ രക്ഷ തേടുക. ആരോടാണ് നീ രക്ഷ തേടേണ്ടത്? ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് നീ രക്ഷ ചോദിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പിശാചിന്റെ ഷർറാകട്ടെ മറ്റേത് ഷർറാകട്ടെ, നിങ്ങൾ രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണെന്നാണ് പറയുന്നത്. ബിറബ്ബിൻ നാസ്, ജനങ്ങളിൽ ഒരാളിലും അല്ല, മറിച്ച് എല്ലാ ജനങ്ങളുടെയും റബ്ബിൽ നിന്നും. ബി അന്നാസ്, ജനങ്ങളിൽ മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഉൾപ്പെട്ടു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും അല്ല, മുഴുവൻ സ്വാലിഹ്യങ്ങളുടെയും. ഇവരെ പ്രത്യേകം ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഇവരെയാണല്ലോ ആളുകൾ ദുആ ചെയ്യാനും രക്ഷ തേടാനും ഒക്കെ മുൻനിർത്തുന്നത്. അള്ളാഹു തആല പറയുന്നത് ഈ ജനങ്ങളിൽപ്പെട്ട, അത് അമ്പിയാക്കളാകട്ടെ, അല്ലെങ്കിൽ അമ്പിയാക്കൾ ജനങ്ങളിൽ പെടൂല എന്ന് ആർക്കെയും വാദമുണ്ടോ? ഇല്ല. അമ്പിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മുഴുവൻ ജനങ്ങളുടെയും റബ്ബിനോട് നീ രക്ഷ ചോദിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാനും ശേഷം മുഴുവൻ ഉമ്മത്തിന് ഇത് ബാധ്യതയാകുന്നതുമായ കാര്യമാണ്. മുഴുവൻ ഉമ്മത്തിനോടുള്ള കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ. നിങ്ങൾ രക്ഷ ചോദിക്കേണ്ടത് ആരോടാണ്? റബ്ബുന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ രക്ഷ ചോദിക്കുക
എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നുള്ള ആ വാചകത്തിന് നേർ മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് കാക്കണേ എന്ന് പറയുമെന്നാണ്. ജനങ്ങളുടെ റബ്ബിനോട് രക്ഷ ചോദിക്കണേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവൻ പറയുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല, എവിടെയെങ്കിലും വേണ്ട ഒരു ആയത്തിൽ വേണ്ടേ? നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിക്കൂ, രക്ഷ തേടൂ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ടോ? ഒരു ഹദീസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി ചെയ്തിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലുടനീളം രക്ഷ ചോദിക്കാനും സഹായം ചോദിക്കാനും ദുആ ചെയ്താനും ഒക്കെ പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയേണ്ടത് ഞാൻ അടുത്തു തന്നെയുണ്ട്. അല്ല, അതാണല്ലോ ആളുകൾക്ക് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ബേജാർ. അള്ളാഹു വളരെ ദൂരല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. 7 ആകാശത്തിന് മുകളിലാണ് അള്ളാഹു തആല ഉള്ളതെങ്കിലും അവൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അള്ളാഹു നമ്മോട് അടുത്താണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് അള്ളാഹു നേർക്കുനേരെ പറഞ്ഞിട്ട് ഇവൻ പറയാനില്ല. അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റൂല. അങ്ങനെയും ചോദിക്കാൻ പറ്റും. നമുക്ക് വഹിയൊക്കെ വന്നത് നബിയിലൂടെയാണ്. അതുകൊണ്ട് ഇവൻ സ്വന്തം ബുദ്ധി അങ്ങ് ഉപയോഗിക്കുകയാണ്. ഇവരാണ് ഏറ്റവും വലിയ യുക്തിവാദികൾ. ഇവർ പലപ്പോഴും തൗഹീദുള്ള ആളുകളെ പറയാറുണ്ട് ഇവർ യുക്തിവാദികളാണ്. ഇവരാണ് ഏറ്റവും വലിയ യുക്തിവാദികൾ. കാരണം ഇവരുടെ യുക്തിവാദം എന്താണ്? നമുക്ക് ദീന് വന്നത് നബിയിലൂടെ അല്ലേ, നേർക്കുനേരെ അള്ളാഹു പറഞ്ഞെന്നതല്ലല്ലോ. അതുകൊണ്ട് തിരിച്ച് അള്ളാഹുനോട് ദുആ ചെയ്യേണ്ടതും അങ്ങനെയാണ്. അത് ആരാ കണ്ടുപിടിച്ചത്? അത് ഇവൻ കണ്ടുപിടിച്ചതാണ്, ഇവന്റെ യുക്തിവാദം. അത് ഈ പറയുന്ന ആളുകളാണ് ഏറ്റവും വലിയ യുക്തിവാദികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക നബിയെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക. മലിക്കിന്നാസി ഇലാഹിന്നാസ്, ആ ജനങ്ങളുടെ റബ്ബ് ജനങ്ങളുടെ രാജാവാണ്, രാജാതിരാജനാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം അവൻ്റെ നാമങ്ങളാണ്. അവൻ മാലിക്കാണ്, അവൻ ഇലാഹാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ജനങ്ങളുടെ റബ്ബാണ്, അവരുടെ മലിക്കാണ്, അവരുടെ ഇലാഹാണ്. ഈ വാക്കുകൾക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അർത്ഥവ്യത്യാസങ്ങളുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ എന്നാണ് അർത്ഥം. മലിക് എന്ന് പറഞ്ഞാൽ കേവലം പരിപാലിക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവൻ എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവനാണ്. അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ പലതിനെയും പരിപാലിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അതിൻ്റെ ഉടമസ്ഥനായിരിക്കുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെയും പരിപാലിക്കുകയും എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നതിനുമായ മലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ ഇലാഹിന്നാസാണ്, ജനങ്ങളുടെ ഇലാഹ് അള്ളാഹു ആണ് എന്നാണ് പറയുന്നത്. അപ്പം ജനങ്ങളുടെ ആരാധ്യനാണ്. ആരാധനയുടെ ഏത് ഭാവമാകട്ടെ അത് ജനങ്ങൾ നൽകേണ്ടത് അള്ളാഹുവിനാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇലാഹിന്നാസാണ്, ജനങ്ങളുടെ ഇലാഹാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. വേറെ ഇലാഹുകളില്ല. അപ്പോൾ ആളുകൾ പറയും ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല എന്ന് പറയും. പക്ഷെ കാര്യമില്ല. ഇലാഹിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നീ ഒരാൾക്ക് നൽകിയാൽ അയാൾ നീ ഇലാഹാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടുന്ന് രക്ഷ തേടാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സൂറത്തിൽ രാത്രിയുടെ കെടുതിയിൽ നിന്നും സാഹിറന്മാരുടെ കെടുതിയിൽ നിന്നും അതുപോലെ തന്നെ അസൂയക്കാരുടെ കെടുതിയിൽ നിന്നുമൊക്കെയാണ് എങ്കിൽ ഇവിടെ മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചിന്റെ കെടുതിയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. മറ്റേത് വ്യത്യസ്തങ്ങളായ ഷറുകളെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ഇവിടെ പിശാചിന്റെ ഷറിനെ കുറിച്ച് മാത്രമാണ്. കാരണം അവന്റെ ഷർ അത്രയും വലുതാണ്. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, അവന്റെ ഏറ്റവും വലിയ ഷറുകളിൽപ്പെട്ട ഒന്നാണ് അവൻ അൽ വസ്വാസിൽ ഖന്നാസാണ്. ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന അവന്റെ ഷറുണ്ട്. എന്താണ് ദുർബോധനം നടത്തി പിന്മാറിക്കളയുക എന്ന് പറഞ്ഞത്? പിശാചിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മൾ ദിക്ർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിന്മാറിക്കളയും. എന്നാൽ നമ്മൾ അശ്രദ്ധയിലായി കഴിഞ്ഞാൽ അവൻ വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും? വസ്വാസാക്കും. വസ്വസ ഇദാ ഗഫൽ, അവൻ നമ്മൾ അശ്രദ്ധയിലായി കഴിഞ്ഞാൽ നമ്മൾ വസ്വാസിലാക്കും. എന്നാൽ അവൻ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിന് ദിക്ർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഓടിപ്പോവുകയും ചെയ്യും. അതാണ് ഖന്നാസ് എന്ന് പറയുന്നത്. നിൽക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. അതായത് ബാങ്ക് കൊടുക്കുന്ന വേളയിൽ, ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന വേളയിൽ ആ ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ നിന്നും പിശാച് ഓടിക്കളയും. ആ ബാങ്ക് എവിടെയാണോ കേൾക്കുന്നത് അത്രയും ദൂരം അവൻ ഓടിക്കളയുന്നതായിരിക്കും. പക്ഷെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും വരും. അവൻ വീണ്ടും മസ്ജിദുകളിലേക്കും മറ്റുമൊക്കെ എത്തുന്നതായിരിക്കും. പിന്നീട് ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അവൻ വീണ്ടും പോകുന്നതായിരിക്കും. പിന്നീട് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും ശല്യപ്പെടുത്താൻ വരും. അവനുണ്ടാക്കുന്ന ശല്യങ്ങളാണ്. സഫുകൾക്കിടയിൽ വിടവുണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കും. അത് അവൻ്റെ ഒരു ഷർറാണ്. അതുകൊണ്ട് സഫുകൾ ചേർന്ന് നിൽക്കാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിൽപ്പെട്ട ചില പിശാചുക്കൾ എന്ത് ചെയ്യും? മനുഷ്യരോട് നീ ഇന്നതോർക്ക് എന്ന് പറയും. ഇന്നത് ചിന്തിക്കുന്നു പറയും. അങ്ങനെ അതുവരെ ചിന്തിക്കാത്ത, ഒരു നിലക്കും നമ്മൾ ബാധിക്കാത്തതായ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നിസ്കാരത്തെ നമ്മൾ അശ്രദ്ധയിലാക്കും. അത് പിശാച് ഉദ്ദേശിക്കുന്ന കാര്യമാണ്. കാരണം നിസ്കാരത്തെ നമ്മൾ പൂർണ്ണ ശ്രദ്ധയിലായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമ്മൾ കൂടുതൽ അടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് കൂടുതൽ അടുത്താൽ പിന്നീട് പിശാചിന് അവന്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മളെ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഖൽബിനെ അശ്രദ്ധയിലാക്കുക എന്നുള്ളത്. അവൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ഇത് ചെയ്യും. ചില ആളുകൾ വസ്വാസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ് എന്നുള്ള രൂപത്തിൽ പറയും. പക്ഷെ ഏറ്റവും വലിയ അപകടമാണ് വസ്വാസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഖൽബ് പല ചിന്തകളിലായി പോയാൽ നമ്മുടെ ഈമാനിൽ വലിയ കുറവുണ്ടാകും. അതുപോലെ ഈ വസ്വാസുകളിലൂടെയാണ് പല ഹറാമുകളിലേക്ക് നമ്മൾ എത്തുന്നത്. കാരണം മനുഷ്യനിൽ ആദ്യം ഉടലെടുക്കുന്നത് ഖാത്തിറത്താണ്, ചില ചിന്തകളാണ്. അതായത് മിന്നിമറയുന്ന ചില ചിന്തകൾക്കാണ് ഖാത്തിറത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മിന്നിമറയുന്ന ചില ചിന്തകൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കലായി, അതൊരു തിന്മയായി മാറി, അതിനുവേണ്ടി പുറപ്പെടലായി, അങ്ങനെ തിന്മ സംഭവിക്കുന്നതിന് ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം പിശാച് ഇട്ട് കൊടുക്കും. അത് ചിലപ്പോൾ നോട്ടം കൊണ്ടാകാം, ചിന്തകൾ കൊണ്ടാകാം. പിശാച് ആ പണി പരമാവധി എടുക്കും ഒരു ഹറാമുകളിലേക്ക് എത്തിക്കാൻ. അതൊക്കെ അവൻ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ ചിന്തകളാണ് ഇട്ട് തരുന്നത്. അപ്പോൾ എത്ര വലിയ അപകടമാണ് വസ്വാസ് ഇവിടെ സംഭവിക്കുന്നത്. അല്ല, ചില ആളുകളാണ് വസ്വാസാണ്, ചില വസ്വാസുകളൊക്കെയാണ് പിശാചിനാകെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ്, അതായത് പൈശാചികമായ ഷർറുകളൊന്നും ഉണ്ടാവുകയില്ല, ജിന്ന് ബാധയൊന്നും ഏൽക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളല്ല. ചില വസ്വാസുകളൊക്കെ പിശാചുണ്ടാകും. വസ്വാസുകൾ എന്ന് പറഞ്ഞാൽ ചില നിസ്സാരമായ കാര്യമല്ല. അത് നിസ്സാരമായ കാര്യമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഒരു ആയത്തിറക്കിയിട്ട് അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അവന് വസ്വാസിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട്. വസ്വാസ് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ആ വസ്വാസിലൂടെ നമ്മൾ അശ്രദ്ധയിലാക്കാൻ പറ്റും. ഹറാമുകളിലേക്ക് അവനെ നമ്മൾ എന്ത് ചെയ്യും? അവനിങ്ങനെ സൂചനകൾ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ എത്തിച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് അള്ളാഹു തആലയോട് എപ്പോഴും ചോദിക്കണം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാ വക്തിന് ശേഷവും, എല്ലാ രാത്രിയും പകലും ഉറങ്ങുന്നതിന് മുമ്പുമൊക്കെ അത് നമ്മൾ ചോദിക്കുന്നത്. അത് പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി മറവിയില്ലാതെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി പിന്മാറിക്കളയും. അതാണ് അവന്റെ സ്വഭാവം. അതായത് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഖന്നാസ്, അവൻ പിന്മാറിക്കളയും, ബാങ്ക് വെക്കുമ്പോൾ പോയിക്കളയും. അപ്പോൾ നമ്മൾ ഈ സൂറത്തുകളൊക്കെ ഓതിക്കഴിഞ്ഞാൽ, ദിക്ർ ചെയ്ത് കഴിഞ്ഞാൽ പിശാച് നമ്മളിൽ നിന്നും അകലം പാലിക്കും. അള്ളാഹുവിനെ കൂടുതൽ ചിന്തിക്കുന്ന, ദിക്ർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിന്മകൾ കുറയുന്നത് അതുകൊണ്ടാണ്. കാരണം പിശാചിന്റെ സ്വാധീനം വളരെ കുറവായിരിക്കും. വസ്വാസം ഉണ്ടാക്കാൻ പിശാച് ഉണ്ടാവുകയില്ല. വസ്വാസം ഉണ്ടാക്കാൻ പിശാച് എടുക്കുന്നത് അവൻ ദിക്റുകളിലാണ്. ദിക്റുള്ള ആളുകൾക്ക് പിശാചിന് എന്ത് ചെയ്യാൻ പറ്റൂല? പിശാചിന് എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പല ദിക്റിന്റെ ഫദ്ലുകളിലും പറയുന്നത് കാണാൻ സാധിക്കും. ദിക്റുകൾ അത് പിശാചിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് തരുന്നതാണ് എന്നാണ്. പിശാചിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും. ആയത്തുൽ കുർസി ആകട്ടെ, മറ്റേതാകട്ടെ, അത് രാത്രി ഓതിക്കഴിഞ്ഞാൽ പിശാചിന്റെ ഷർറിൽ നിന്നും ഒരാൾക്ക് രക്ഷ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മലക്ക് സംരക്ഷകനായിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാവുക. മലക്കുകൾ ഉണ്ടാകുന്ന ദിക്റുള്ള സ്ഥലങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യം ഇല്ലാതായി തീരും. അപ്പൊ ദിക്റുകൾ എപ്പോഴും നമ്മുടെ നാവുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്റെ, പിശാചിന്റെ അത്തരം ഷർറുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവനാണ്, ദുർബോധനം നടത്തുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ആ വസ്വാസ് ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾ മിനൽ ജിന്നതി വന്നാസ്, കരുതിയിരിക്കുക, അത് ജിന്നുകളിലുള്ളത് എന്നതുപോലെ തന്നെ വന്നാസ്, ജനങ്ങളിലുണ്ട് ഇതുപോലെ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ. അതായത് അവരുടെ വർത്തമാനങ്ങൾ കൊണ്ട് നമ്മുടെ ഷർറ് വർദ്ധിപ്പിക്കാൻ, നമുക്ക് ഷർറിട്ട് തരാനുമുള്ള ആളുകളുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാം ഒരുപോലെയല്ല, എല്ലാവരും ഖൈർ ഉദ്ദേശിക്കുന്നവരല്ല. ചിലർ നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ തക്കം ഭാഗത്ത് നിൽക്കുന്നവരാണ്. അതിൻ്റെ വാക്കുകളായിട്ട് വരും. അങ്ങനെയുള്ള തിന്മകൾ നമ്മുടെ ഖൽബിലേക്ക് എത്തിച്ചു തരാനുള്ള ആളുകളുണ്ട്. അപ്പോൾ പഴയ കാലത്ത് നേരിട്ട് വരണമെങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലുകൾ തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിൽ മനുഷ്യരിൽപ്പെട്ട വസ്വാസ് ഉണ്ടാക്കുന്ന എത്ര ആളുകളാണ്. അതിൽ പെട്ടുപോയി എത്ര ആളുകൾക്കാണ് ദീൻ നഷ്ടപ്പെട്ടു പോയത്. ഒരു റീല് കണ്ടതാണ്, ഒരു വീഡിയോ കണ്ടതാണ്, അതങ്ങനെ കണ്ടപ്പോൾ അത് ഇവൻ്റെ വസ്വാസാണ് ഇവൻ കേട്ടത്. ഈ വസ്വാസ് ചെറുക്കാനുള്ള ഈമാനികമായ ഒന്നും ഇവൻ്റെ കൽബിൽ ഉണ്ടായിരുന്നില്ല. ദീനെക്കുറിച്ച് പഠിച്ചവനോ ഖുർആന്റെ തഫ്സീർ അറിയുന്നവനോ ഒന്നുമല്ല. ഇവൻ്റെ വസ്വാസാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു വസ്വാസിലൂടെ ദീന് തന്നെ നഷ്ടമായി പോയ ആളുകളുണ്ട്. അപ്പം അത് ഇന്ന് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്ന
ആളുകളെ ദുർബോധനം ചെയ്ത് ദീനിൽ നിന്നും അവൻ്റെ ഈമാനിൽ നിന്നൊക്കെ തെറ്റിച്ച് കളയുന്ന ആളുകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ദുആകൾ ചെയ്യുമ്പോൾ അതൊന്ന് കരുതിയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ദുആ, ഈ പറയുന്ന സൂറത്ത് എപ്പോഴും നമ്മൾ ശരീരത്തിൽ ഊതി തടവാനുള്ള സൂറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ എല്ലാ ഹഫളത്തും അവൻ്റെ സംരക്ഷണവും നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.